ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതുവരെ ആയിരുന്നു? യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞല്ലേ, എങ്ങനെയാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഭാഗമാണ്. മാർക്ക് ദ ഹൈറ്റ് ഓഫ് എ ചൈൽഡ് ഇൻ യുവർ ക്ലാസ് ഓൺ ദ വാൾ യൂസിങ് എ പെൻസിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ എന്താ കാണിച്ചിട്ടുള്ളത്? ഫിഗർ 1.15 കാണിച്ചിട്ടുള്ളത് ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് നോക്കുകയാണ് അല്ലേ, സ്കെയിൽ വെച്ചിട്ട് ഹൈറ്റ് മെഷർ ചെയ്യാണ്. അപ്പോൾ നമ്മളോട് പറയാണ് നമ്മൾ ഇതുപോലെ ഒരു വാളിൽ ചെന്ന് നിന്നിട്ട് നമ്മളെ ഹൈറ്റ് മെഷർ ചെയ്യാൻ. ഈച്ച് വൺ ഇൻ ദ ക്ലാസ് മേ മെഷർ ദ ഹൈറ്റ് യൂസിങ് 2 sticks ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്സ്. റെക്കോർഡ് ദ മെഷർമെൻറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നമ്മൾ ആ മെഷർമെൻറ്റ് എടുത്ത ശേഷം ഓരോ ക്ലാസ്സിലെയും ഓരോരുത്തരുടെയും ഹൈറ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മളെ സയൻസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യണം. ദെൻ ഫിൽ എ ബക്കറ്റ് വിത്ത് വാട്ടർ. ഒരു ബക്കറ്റിൽ വാട്ടർ ഫില്ല് ചെയ്യാം. മെഷർ ദ വാട്ടർ ഇൻ ഇറ്റ് വിത്ത് 2 glasses ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. എന്നിട്ട് ആ ബക്കറ്റിലുള്ള വെള്ളത്തിലുള്ള ആ വാട്ടറിന് നമ്മൾ ഒരു വലിയ ഗ്ലാസ് എടുക്കുക, എന്നിട്ട് ഒരു ചെറിയ ഗ്ലാസ്സും എടുക്കുക. എന്നിട്ട് ആ 2 ഗ്ലാസ്സും വെച്ചിട്ട് ആദ്യം വലിയ ക്ലാസ് വെച്ചിട്ട് മെഷർ ചെയ്യുക, എന്നിട്ട് ചെറിയ ക്ലാസ് വെച്ചിട്ട് മെഷർ ചെയ്യുക. റൈറ്റ് ഡൗൺ ദ മെഷർമെൻറ്റ്സ് ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് അത് നമ്മൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ പറയുന്നുണ്ട്. ടാബുലേറ്റ് ദ മെഷർമെൻറ്റ് ഫ്രം ബോത്ത് ദ ആക്ടിവിറ്റീസ് റിട്ടൺ ഇൻ ദ സയൻസ് ഡയറി. എന്നിട്ട് നമ്മൾ അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഈർക്കിൽ വെച്ചിട്ട് മെഷർ ചെയ്യാനായിരുന്നു നമ്മളെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ലോങ്ങർ സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്യണം, ഷോർട്ടർ സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി എന്താണോ അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ വാട്ടർ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ലാർജർ ഗ്ലാസ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് എത്ര ഗ്ലാസ് വാട്ടറാണോ ഉണ്ടായിരുന്നത്, അതുപോലെ സ്മാളർ ഗ്ലാസ് വെച്ചിട്ട് മെഷർ ചെയ്തപ്പോൾ എത്ര ഗ്ലാസ് വാട്ടറാണോ ഉണ്ടായിരുന്നത് എന്നുള്ളത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ദെൻ analyze the table. 2 different reference objects were used in each case of determine a physical quantities. നമ്മൾ ഇപ്പോൾ മെഷർ ചെയ്ത സമയത്ത് 2 റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ചാണ് അല്ലേ, ഡിഫറെൻറ്റ് റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ചാണ് നമ്മളൊരു ക്വാണ്ടിറ്റിയെ തന്നെ മെഷർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്ത സമയത്ത് ലോങ്ങർ സ്റ്റിക്കും എടുത്തു, ഷോർട്ടർ സ്റ്റിക്കും എടുത്തു. ഈ 2 റെഫറൻസ് ഒബ്ജക്റ്റും വെച്ചാണ് നമ്മൾ ചെയ്തത്. അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എടുത്ത സമയത്ത് ലാർജർ ഗ്ലാസ്സും എടുത്തു, സ്മാളർ ഗ്ലാസ്സും എടുത്തു. അങ്ങനെ ചെയ്തിട്ട് ഇൻ ബോത്ത് കേസസ് ആർ ദ മെഷർമെൻറ്റ് ഒബ്റ്റെയിൻ ദ സെയിം. 2 കേസിലും നമുക്ക് മെഷർമെൻറ്റ് സെയിം ആണോ കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. വൈ ആർ ദ മെഷർമെൻറ്റ്സ് നോട്ട് ഈക്വൽ. എന്തുകൊണ്ടാണ് അത് ഈക്വൽ അല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ വെൻ എവരി വൺ യൂസസ് ദ സെയിം റെഫറൻസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ മെഷർമെൻറ്റ് ദ സെയിം. അപ്പോൾ നമ്മൾ സെയിം റെഫറൻസ് ഒബ്ജക്റ്റാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് എല്ലാവരും സെയിം ഒബ്ജക്റ്റാണ് റെഫറൻസ് ഒബ്ജക്റ്റായി എടുത്തത് എന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് സെയിം ആകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എഴുതേണ്ടതാണ്. കാരണം നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യണം അതിൻ്റെ മെഷർമെൻറ്റ് എന്ത് കിട്ടിയെന്നുള്ളത്. ദെൻ വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് എനിവേർ ഇൻ ദ വേൾഡ് ദ മെഷർമെൻറ്റ് ഷുഡ് ബി ദ സെയിം, റൈറ്റ്. നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരേ സാധനം വെച്ച് സെയിം ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുക എന്നുണ്ടെങ്കിൽ അപ്പോൾ വേൾഡ് വൈഡ് എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരേ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കിട്ടുക. ഫോർ ദിസ് എവരി വൺ ഷുഡ് അഡോപ്റ്റ് എ ഫിക്സഡ് റെഫറൻസ്. ദിസ് ഈസ് കോൾഡ് ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കൊരു ഫിക്സഡ് റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് ജനറലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്ന തോതിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റർ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ നമ്മളൊരു പിക്ചർ കാണിച്ചിട്ട് ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ പാർട്സ് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും എങ്ങനെയാണത് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നും യോജിച്ച് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൺട്രീസിലാണെങ്കിൽ പോലും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റെഫറൻസ് ഒബ്ജക്റ്റ് ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്താക്കാം? അതൊരു ജനറൽ ആയിട്ട് മാറ്റാം. ഓക്കെ, ദെൻ ഇവിടെ ഇൻ ദ പാസ്റ്റ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വർ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ആൻഡ് റെക്കോർഡിംഗ് ഇൻ ഈച്ച് റീജിയൻ. ഫോർ എക്സാമ്പിൾ യൂണിറ്റ്സ് ലൈക്ക് ദ ഫുട്ട്, ക്യൂബിറ്റ് ആൻഡ് ഹാൻഡ് സ്പാൻ വർ യൂസ്ഡ് ലോക്കലി ടു മെഷർ ലെങ്ത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഡിഫറെൻറ്റ് യൂണിറ്റുകളായിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ഈച്ച് റീജിയൻ പല ഭാഗത്തും ഇപ്പോൾ 1 ഫീറ്റ് 1 അടി എന്നൊക്കെ ഉള്ളതിലായിരുന്നു നമ്മൾ നീളമൊക്കെ അളന്നിരുന്നത്. അതുപോലെ 1 ക്യൂബിറ്റ് 1 ഹാൻഡ് സ്പാന് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പണ്ട് കാലത്തൊക്കെ ലെങ്ത്തിനെ നമ്മൾ
മെഷർ ചെയ്തിരുന്നത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വർ ഓൾസോ യൂസ്ഡ് ഇൻ അതർ കൺട്രീസ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്ത തരം രാജ്യങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് യൂസിങ് ദിസ് യൂണിറ്റ്സ്? നമ്മളിപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രോബ്ലംസ് ഉള്ളത്? നമുക്ക് പറയാം ലോ അക്യുറസി ആണല്ലേ, കൃത്യത കുറവാണ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ് മെഷർമെൻറ്റ്. മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അളവുകൾ വിശകലനം ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാവും. പിന്നെ നമുക്ക് എന്തുകൂടെ പറയാം, കാൽക്കുലേഷൻ എറേഴ്സ് അല്ലേ, കാൽക്കുലേഷൻ എറേഴ്സും വരുന്നുണ്ട്. ഓക്കെ, കാൽക്കുലേഷൻ എറേഴ്സ് വരും. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ എറേഴ്സും വരും. ബട്ട് ടുഡേ ദ യൂണിറ്റ് മീറ്റർ ഈസ് യൂസ്ഡ് എവരിവേർ ഇൻ ദ വേൾഡ് ടു മെഷർ ലെങ്ത്. പക്ഷെ നമുക്കറിയാം മീറ്റർ എന്ന യൂണിറ്റാണ് നമ്മൾ വേൾഡിലുള്ള എല്ലാ സ്ഥലത്തും ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സിമിലർലി ദർ ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഫോർ ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഈ ഭൗതിക അളവുകൾക്ക് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളുണ്ട്. അവയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് അബ്രിവേറ്റഡ് ആസ് SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് ചുരുക്കാക്കിയിട്ട് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മളെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മളെ വേൾഡ് വൈഡ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ദെൻ മെഷർമെൻറ്റ് യൂസിങ് ദ SI യൂണിറ്റ്സ് ഓൾവേസ് ആസ് എ യൂണിവേഴ്സൽ റിസൾട്ട്. SI യൂണിറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റുകൾക്ക് എന്തുണ്ട്? ഒരു യൂണിവേഴ്സൽ റിസൾട്ട് ഉണ്ട്. യൂണിവേഴ്സൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേൾഡ് വൈഡുള്ള നമുക്കൊരു മെഷർമെൻറ്റിന് റിസൾട്ട് കിട്ടുന്നത് അത് വേൾഡ് വൈഡ് അത് സെയിം ആയിരിക്കും. Then now you might have understood how parts of vehicles and equipment views. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എക്യുപ്മെൻറ്റ്സും അതുപോലെ വെഹിക്കിൾസിൻ്റെ പാർട്സൊക്കെ if manufactured in different countries can be perfectly assembled in any factory in the world. നമ്മളെ വേൾഡിലെ ഏത് ഫാക്ടറികളിലും മാനുഫാക്ചർ ചെയ്തതാണെങ്കിലും അത് പെർഫെക്റ്റ്ലി അസംബിൾ ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഒരു SI യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു എന്ത് വരികയാണ്? ഇൻ്റർനാഷണലി യൂണിവേഴ്സൽ റിസൾട്ടായിട്ട് അത് മാറുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ required for the same physical quantity in various contexts. Larger units are used for larger units quantities and smaller units for smaller quantities. ഇപ്പോൾ നമ്മൾ ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകളാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളും ഉണ്ട്. നമ്മൾ SI യൂണിറ്റ് പറയുന്ന സമയത്ത് വലിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും ഉണ്ട്, ചെറിയ മെഷർമെൻറ്റ്സുകൾക്ക് ചെറിയ യൂണിറ്റുകളും ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അപ്പോൾ നമ്മൾ യൂണിറ്റുകൾ പറഞ്ഞു, യൂണിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ലെങ്ത്തിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഇറ്റ്സ് സിംബൽ ഈസ് M. നമുക്കറിയാം ലെങ്ത്തിൻ്റെ നമ്മളൊരു നീളം കാണുന്ന സമയത്ത് മീറ്ററാണ്, അതിൻ്റെ പ്രതീകം M ആണ്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ എക്സെട്ര ആർ ദ അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. നമ്മളെ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ പോലും നമ്മളെ നീളത്തിന് സെൻറ്റിമീറ്റർ എന്നും മില്ലിമീറ്റർ എന്നും കിലോമീറ്റർ എന്നും ഒക്കെയുള്ള യൂണിറ്റുകളുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദം. നമ്മൾ പറഞ്ഞു ചെറിയ യൂണിറ്റുകൾ, ചെറിയ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുണ്ട്, വലിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ടേക്ക് എ മീറ്റർ സ്കെയിൽ ഫ്രം ദ സയൻസ് ലാബ് ആൻഡ് എക്സാമിൻ ഇറ്റ്. നമ്മളൊരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് അത് എക്സാമിൻ ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ അടുത്തുള്ള സെൻറ്റിമീറ്റർ സ്കെയിലാണ്. അത് വെച്ചിട്ട് നമ്മൾ മീറ്റർ സ്കെയിലിനെ എക്സാമിൻ ചെയ്യുക. യു ക്യാൻ സീ സ്മാൾ ആൻഡ് ലാർജ് ലൈൻസ് ഓൺ ദ മീറ്റർ സ്കെയിൽ. നമുക്ക് മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? സ്മാൾ ലൈനും ലാർജ് ലൈൻസും കാണാൻ പറ്റും. നമ്മളടുത്തുള്ള സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. യു ക്യാൻ സീ സ്മാൾ ആൻഡ് ലാർജ് ലൈൻസ് ഓൺ ദ മീറ്റർ സ്കെയിൽ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ലാർജ് ലൈൻസ് ഈസ് 1 സെൻറ്റിമീറ്റർ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്മാൾ ലൈൻസ് ഈസ് 1 മില്ലിമീറ്റർ. നമ്മൾ സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുന്ന സമയത്ത് അതിൽ ഇപ്പോൾ കണ്ടോ ലാർജ് ലൈനിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ ആണ്. സ്മോൾ ലൈൻസ്, ഈ 10 സ്മോൾ ലൈൻസ് ഉണ്ടല്ലേ 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ, ആ സ്മോൾ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. Now complete the following relationship given below. ഇവിടെ താഴെ തന്നിട്ടുള്ളതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. എന്താണ് നോക്കാം. 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മളിവിടെ എഴുതണം. എത്ര സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ,
100 സെൻറ്റിമീറ്റർ ആണ്. ദെൻ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ 10 മില്ലിമീറ്റർ ആണ് വരുന്നത്. ദെൻ 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? നമ്മൾ പറഞ്ഞു 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് പറയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 1000 മില്ലിമീറ്റർ ആയിരിക്കും അല്ലേ? 1000 മില്ലിമീറ്റർ ആയിരിക്കും 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർ ദർ സിറ്റുവേഷൻസ് വേർ വി ഹാവ് ടു യൂസ് സ്മാളർ മെഷർമെൻറ്റ്സ്. നമുക്ക് സ്മാളർ മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരില്ലേ? പേ അറ്റൻഷൻ ടു ദ നോട്ടീസ് ഓഫ് എ മുനിസിപ്പാലിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞ മെഷർമെൻറ്റ്സിനേക്കാളും സ്മാളർ മെഷർമെൻറ്റ് ലെങ്ത്തിൽ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏത് മെഷർമെൻറ്റ് എടുക്കുക? ഇതിലിവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് സെയിൽ ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ബിലോ 30 മൈക്രോൺ. ഇത് 30 മൈക്രോൺ എന്ന് പറയുന്നത്, മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോൺ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് മെൻഷൻഡ് ഇൻ ദ നോട്ടീസ്? എന്ത് മെഷർമെൻ്റ് ആണ് ഈ ഒരു നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? മൈക്രോൺ ആണല്ലേ. മൈക്രോൺ ഈസ് ദ അബ്രിവിയേഷൻ ഓഫ് മൈക്രോമീറ്റർ. മൈക്രോൺ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൻ്റെ ചുരുക്കമാണ്. അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ ചുരുക്കം. ഹൗ മെനി മൈക്രോമീറ്റേഴ്സ് വുഡ് മേക്ക് 1 മീറ്റർ? 1 മീറ്റർ എന്ന് പറയുന്നത് 1 മില്യൺ മൈക്രോമീറ്റർ ആണല്ലേ. 1 മില്യൺ മൈക്രോമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ ഓൾസോ സിറ്റുവേഷൻസ് വേർ വി നീഡ് യൂണിറ്റ്സ് ലാർജർ ദാൻ മീറ്റർ. നമുക്ക് മീറ്ററിനേക്കാൾ ലാർജറായിട്ടുള്ള യൂണിറ്റുകൾ പറയേണ്ട ആവശ്യം ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞതൊക്കെ മീറ്ററിനേക്കാൾ ചെറിയ മെഷർമെൻറ്റ്സ് ആണ്. പക്ഷേ നമുക്ക് മീറ്ററിനേക്കാൾ വലിയ മെഷർമെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. ദ അബ്രിവേഷൻ KM ഓൺ ദ ട്രാഫിക് സൈൻ സ്റ്റാൻഡ്സ് ഫോർ കിലോമീറ്റർ. KM എന്ന് പറയുന്ന ചുരുക്കപ്പേര് നമ്മൾ ട്രാഫിക് സയൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന കിലോമീറ്ററിൻ്റെ ചുരുക്കപ്പേരാണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഓക്കെ, 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതർ സിറ്റുവേഷൻസ് വേർ വി നീഡ് ഈവൻ ലാർജർ യൂണിറ്റ്സ്. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം എ സയൻസ് ആർട്ടിക്കിൾ. നമുക്കിപ്പോൾ 1 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനേക്കാൾ വലിയ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ യൂണിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടോ? ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. സ്കെയിൽ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സൗരയുധത്തിൻ്റെ അളവുകോല്. solar system. Scale of the solar system. Astronomical unit AU is the average distance from the earth to sun. Astronomical unit എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. It is approximately 150 million kilometer. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. A light year is the distance light travels in a year in vacuum. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം വാക്വത്തിലൂടെ ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ്. Travels at a speed of approximately 13 lakh kilometer per second. നമ്മളെ ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്.